സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയ ഒരച്ഛൻ. ആ അച്ഛൻ്റെ 12 വയസ്സുള്ള ഒരു മകൾ. ആ മകൾക്ക് അന്ന് ആ അച്ഛന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആ അച്ഛൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും ആ അച്ഛനെ മാറ്റിയെടുക്കാൻ, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് ആ മകൾ കലാരംഗത്തേക്ക് ഇറങ്ങി. ഇന്ന് തൻ്റെ ആദ്യ സിനിമ റിലീസാവുന്നതിൻ്റെ സന്തോഷത്തിലാണ്. തീർത്ത ഹരിദേവ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പിന്നീടൊരു ചോദ്യം, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? പപ്പ ഇപ്പോൾ ഓക്കെയാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് തന്നെ പുള്ളിക്കാരൻ ഓക്കെ ആയിരുന്നു. ഒരു 6 മന്ത്സോളം പാരലൈസ് ആയിട്ട് തന്നെ ആയിരുന്നു, ബെഡിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓക്കെ ആയി. അങ്ങനെ അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പപ്പായ്ക്ക് BP കൂടുതലായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പനി വന്ന് ഒരു ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് പുള്ളി വീഴുന്നത്. അങ്ങനെ എന്താ പറയുന്നത്, പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പുഷ്പഗിരിയിലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ. എനിക്കും വലിയതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മ കരയുന്നു, വീട്ടുകാരെല്ലാം കരയുന്നു, ആ ഒരു ഇതേ എനിക്കും അറിയത്തുള്ളൂ. പക്ഷെ പിന്നീട് പപ്പ ഒരു 6 മന്തോളം ബെഡിൽ, അതുപോലെ പപ്പയ്ക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ പപ്പ എങ്ങനെയെങ്കിലും മെൻ്റലി ഒന്ന് ഓക്കെ ആക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പപ്പായും അപ്പം ഒരു 6 മന്ത് കഴിഞ്ഞപ്പോഴത്തേനും പപ്പ ഇങ്ങനെ പിച്ച വെക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഓരോ ചുവടുകൾ വെക്കും, നടക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് പപ്പ ഇരുന്നുകൊണ്ടാണ് ഞാൻ മാക്സിമം ടിക്ടോക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും എനിക്കും അതിനോടൊരു ഇഷ്ടം തോന്നി അഭിനയിക്കാൻ. അപ്പം കൊള്ളാം, ചെയ്യുന്നില്ല, നല്ല രസമുണ്ട്. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ഈ ടിക്ടോക്ക് ബാൻ ആവുന്ന ഒരു സമയത്തിന് തൊട്ട് മുന്നത്തെ ദിവസം ഒരു പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു. അന്ന് ഇതുപോലെ ഈ സിനിമയിലേക്ക് ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് അച്ഛനും ഈ പറയുന്ന പോലെ ഈ ടിക്ടോക്കിനോടുള്ള ഒരു ഇഷ്ടവും, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് എന്തെങ്കിലും കഥാപാത്രങ്ങളായി വരികയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പപ്പ എന്താ പറയുന്നത്, അത് പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ടിക്ടോക്ക് ചെയ്തിട്ട് അതേ സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും നല്ല കമൻസ് പറയുന്നു. അപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഭയങ്കര ഓക്കെ. അപ്പം പപ്പയുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം. അങ്ങനെ ഒരു ദിവസം തന്നെ 2ഉം 3ഉം ടിക്ടോക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പപ്പായും നല്ലതുപോലെ ചെയ്യും, ഞാനും നല്ലോണം ചെയ്യും. അങ്ങനെ പപ്പ പാട്ട് പാടിയിടും, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു. എന്തായാലും ആ ആരോഗ്യ പ്രശ്നങ്ങളും ആ മാനസികമായ ഒരു തളർച്ചയൊക്കെ മാറി പുള്ളി ആക്റ്റീവായി. നല്ലതുപോലെ ആക്റ്റീവായി. ഞാൻ വിചാരിച്ചൊരു എടുത്ത് പപ്പ അതിലും നല്ലോണം ഇതായി. പിന്നെ അമ്മ ഒരുപാട് കൂടെ നിന്ന് പപ്പ ഫിസിയോതെറാപ്പി എന്നും ചെയ്യണമായിരുന്നു. അങ്ങനെ എന്നും ചെയ്യിക്കുന്ന, അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള ആകെയുള്ളൊരു വരുമാനം പപ്പയായിരുന്നു. പപ്പ വീണപ്പോഴത്തേക്കിനും ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരവസ്ഥയായി. പിന്നെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം എന്നും ചെയ്യുന്നതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവുമായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ അത് പഠിച്ചു. അങ്ങനെ പഠിച്ച അമ്മയായിരുന്നു എന്നും അത് ചെയ്യുന്നത്. അങ്ങനെ ഞാനും അമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പപ്പായെ ഇതിനാക്കിയെടുത്തു. ഏതായാലും ആ സമയത്ത് തുടങ്ങിയ ആ കല അത് കയ്യിൽ നിന്ന് പോയില്ല. ആ കലയെ വളർത്തിയെടുത്തു, അതിനോടൊപ്പം തന്നെ വളർത്തിയെടുത്തു. എങ്ങനെയാണ് സിനിമയിലേക്കൊരു അവസരം ലഭിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ടിക്ടോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽ ചെയ്യായിരുന്നു. അന്ന് ആ ചേട്ടൻ്റെ ആ ഒരു മെസ്സേജാണ് ഞങ്ങളുടെ ഇതിലേക്കുള്ള തുടക്കം. ആദ്യം ആ ഒരു മെസ്സേജ് വന്ന കാര്യം വന്ന കാര്യം ടിക്ടോക്ക് ബാൻ ആവുന്ന സമയം, ബാൻ ആവുന്നു എന്നുള്ളൊരു മെസ്സേജും ന്യൂസും എല്ലാവരും നമ്മൾക്ക് എത്തിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടായി. ആ സമയത്ത് അതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത്. അന്ന് ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു സമയമാണ് ഈ ഫിലിമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിലൊരു വലിയ വിശ്വാസമോ പ്രതീക്ഷ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അയച്ചതല്ലേ എന്നുള്ളൊരു ഇതിൽ ഞാൻ പപ്പായുടെ നമ്പർ കൊടുത്തു. അങ്ങനെ പപ്പായെ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മൂവിയായിട്ട് റിലേറ്റ് ആയിട്ടുള്ള. അങ്ങനെ അതിൽ ഇട്ടു. എന്നിട്ടും വലിയൊരു മാറ്റം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്, ഈ ഫോട്ടോഷൂട്ടുകൾ നടത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കൊള്ളാം, ഫോട്ടോഷൂട്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ എന്നാലും പപ്പായും ആയിട്ട് റീൽ ചെയ്യും. അങ്ങനെ ഒരു ഇതിലായിരുന്നു നമുക്ക് കൊണ്ടുവന്നത്. ഇതെങ്ങനെയായിരുന്നു അഭിനയ രംഗത്തേക്ക് ആദ്യത്തെ സീരിയൽ ഒക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞു? സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 10th പഠിക്കുന്ന സമയത്ത്. അതും കുറേ നമ്മളിപ്പോൾ അയച്ചു കൊടുക്കും. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ ആയിരുന്നു. പപ്പ സപ്പോർട്ട് ചെയ്യും, പക്ഷേ എങ്കിൽ പോലും പപ്പായ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അമ്മയായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ എന്താ പറയുന്നത്, ഫുൾ ഇതായിട്ട് ഒരു 7 വർഷത്തോളം ഞാനും അമ്മയും നടന്നിട്ടുണ്ട്. അതുപോലെ ഓഡീഷൻസ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ കുറേ ഇടത്ത് പോയിട്ടുണ്ട്. എൻ്റെ അമ്മ കൂടെ നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ആ സിനിമാ വിശേഷങ്ങൾ അറിയണം. കാര്യം എന്തായാലും ഇത്ര എത്തി. എങ്ങനെ ആ സിനിമയുടെ ഒരു സ്വഭാവം എന്താണ്? ആ സിനിമയിലെ നായിക വേഷം എങ്ങനെയാണ്? സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ കരിമ്പടം എന്നാണ് മൂവിയുടെ പേര്. August 7 റിലീസാവുന്ന. ഹീറോയിനായിട്ട് അതിൽ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റിക് ഫാൻറ്റസി റൊമാൻറ്റിക് ത്രില്ലറാണ് മൂവി. ഇതുവരെ ഇങ്ങനെ ഒരു ജനറ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല. നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ പ്രിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു
കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും പോയി കാണണം. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ മോള് വിസ്മയ ചേച്ചിയും ഞാനും തമ്മിലുള്ള ഒരു ചെറിയ മത്സരമാണെന്ന് പറയാം. കാരണം തുടക്കം സിനിമയും ഓഗസ്റ്റ് 7-നാണ് റിലീസാവുന്നത്. അപ്പം എന്താ പറയുന്നത്, പുതുമുഖങ്ങളാണ് നമ്മുടെ മൂവിയിൽ ചെയ്തേക്കുന്നത്. അപ്പം എല്ലാ സിനിമയും ഏറ്റെടുക്കുന്നത് പോലെ ഈ സിനിമയും എല്ലാവരും ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം ഒരിക്കലും ആർക്കും ഒരു ബാഡ് ഇത് ഉണ്ടാവത്തില്ല. മൂവി കണ്ടിട്ട് ഇറങ്ങിയിട്ട് അയ്യോ കാണണ്ടായിരുന്നു ആ ഒരു ഇതുണ്ടാകത്തില്ല. കാരണം എല്ലാവരുടെ മനസ്സിലിരിക്കും. അങ്ങനെയാണ് ആ ഒരു മൂവിയുടെ ഇത് പോയേക്കുന്നത്. അതിൻ്റെ അഭിനയ വിശേഷങ്ങളൊക്കെ പറയാമോ? എങ്ങനെയായിരുന്നു? വളരെ ടഫായിരുന്നു? അതായത് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുകയാണല്ലോ. എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനും അമ്മയും ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഈ ഒരു ചാൻസ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമില്ലായിരുന്നു. കാരണം ഒരുപാടെടുത്ത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, മൂവി സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ഒരു അനക്കമൊന്നുമില്ല. പിന്നീട് അവർ വേറെ ഏതെങ്കിലും ഒരാളെ സെലക്ട് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ കുറേ ആയപ്പോൾ പിന്നെ എനിക്കൊരു ഇതില്ലാണ്ടായി. ഇതിങ്ങനെ തന്നെയാണ്. പിന്നെ ചിലയിടത്ത് നമ്മൾ വലിയ വലിയ പ്രൊഡക്ഷൻസ് ഒക്കെ പോയിട്ട് പൈസ ചോദിക്കുന്ന ഒരു ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മെയിൻ ഹീറോയുടെ കൂടെ അഭിനയിക്കും, പക്ഷേ പൈസ ഇത്ര ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം നമ്മുടെ കഴിവ് കണ്ടിട്ട് വേണ്ടേ ഒരു മൂവിയിൽ സെലക്ട് ചെയ്യാൻ. അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയി അങ്ങനെ പൈസ കൊടുത്ത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഇത് സെലക്ട് ആയെന്ന് അറിഞ്ഞെങ്കിലും എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല. പക്ഷെ പിന്നീട് ഇവർ ഓക്കെ ആണ്, ഇവരെല്ലാത്തിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് വന്നത്. പിന്നെ ടെൻഷൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവില്ലേ. കാരണം ഇത്രയൊരു ക്യാമറ, എനിക്കറിയാത്ത കുറേ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അതിനെ സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഞാനത് ചെയ്യുമെന്ന്. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്നിൽ തന്നെ. അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം ആ ഒരു ക്രൂ ഫുള്ള് അത്രയും കംഫർട്ടാക്കി എന്നെ നിർത്തിയിരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ അതിൽ തന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഇതൊന്നും ഇല്ലായിരുന്നു, ഒരു അൺകംഫർട്ടായിട്ടല്ല ഞാൻ ചെയ്തത്. എന്തായാലും സിനിമ റിലീസാവുന്നു, അതിൻ്റെ സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ടെൻഷനുണ്ട്. സിനിമ എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് അല്ലേ? ടെൻഷൻ ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഇതില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഒരു മൂവിയിൽ, നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാനൊരു സെക്കൻഡ് മൂവി കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഉടനെ തന്നെ റിലീസാവുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു സന്തോഷത്തിൻ്റെ ഇതിൽ നിൽക്കുക. അഭിനയത്തിൽ തുടക്കമാണ്, ഒപ്പം തന്നെ ഒരു തുടക്കം, ഒപ്പം മത്സരിക്കാനും വരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ എല്ലാം ഉണ്ട്. ഒരിതെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ തന്നെ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ മോളുടെ ആ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പം അതിൽ വഴി കുറേ നെഗറ്റീവ് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ പടമാണ്, അറിയാലോ. പുതുമുഖങ്ങളെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു പുതുമുഖങ്ങളാണ്. ഇപ്പം ഞാനായാലും എൻ്റെ നാട്ടിലായാലും ഇപ്പോൾ പോസ്റ്ററൊക്കെ ഇറങ്ങുന്നു, ആ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആരുണ്ട്, നായകനാരുണ്ട്, ഇപ്പം ആർട്ടിസ്റ്റ് ഉണ്ടോ, സീനിയർ ഇതുണ്ടോ. അപ്പം ഞാൻ പറയില്ല, എല്ലാം പുതുമുഖങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പുതുമുഖങ്ങളാണോ, ആരെങ്കിലും ഒരു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റീച്ച് ആയാൽ. പക്ഷെ അങ്ങനെയല്ല, അതിനെ അങ്ങനെ നോക്കി കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എല്ലാവരും ഇങ്ങനെയാണല്ലോ, ഒരു ചവിട്ടുപടി എല്ലാവർക്കും കിട്ടണ്ടേ, എന്നാലല്ല എല്ലാവർക്കും എന്താ പറയുക ഒരു ഫെമിലിയറായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങളാണെന്ന് കരുതിയിട്ട് ഇതിനാരും കുറച്ച് കാണരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് അത്രയ്ക്കും അടിപൊളി മൂവി, അത് കണ്ടു കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പം പഠനം എങ്ങനെ പോകുന്നു? ഇതിനോടൊപ്പം പഠനമൊക്കെ എങ്ങനെ കൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, പപ്പായ്ക്ക് സ്ട്രോക്ക് വന്ന ആ ഒരു സമയത്ത് ഞാൻ CBSE-യിലായിരുന്നു. അങ്ങനെ CBSE പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് സ്റ്റേറ്റിലോട്ടായി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഡ്മിൻ്റൺ, സ്വിമ്മിങ്, കളരി, ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നിർത്തേണ്ടി വന്നു പപ്പായ്ക്ക് ഒരു ഇത് വന്ന സമയത്ത്. അങ്ങനെ ആ സമയത്തായിരുന്നു നമ്മൾ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്, ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്നും അടയ്ക്കാൻ പറ്റാണ്ടായി, അങ്ങനെ കുറച്ച് ഇതിലായി. അപ്പോൾ എനിക്ക് അന്നോട്ടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെറ്റിനറി. എനിക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. വീട്ടിലും കുറേ പേരുണ്ട്. അപ്പം അതുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് മാറ്റി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുങ്ങളെ നോക്കാനും സ്നേഹിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വെറ്റിനറി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളൊരു ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് നീറ്റ് എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പം ഇനി എഴുതണം. അപ്പം ഇപ്പോൾ പ്രൈവറ്റായിട്ടായാലും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ അതിനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പപ്പ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പപ്പായ്ക്ക് എനിക്ക് വീട് വിറ്റിട്ടായാലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എൻ്റെ പപ്പ ഇനി എനിക്ക് പ്രഷർ കയറ്റിക്കാൻ വയ്യ. കാരണം എനിക്ക് വേണ്ടി ഒത്തിരി എൻ്റെ പപ്പായാലും അമ്മയായാലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പപ്പായും അമ്മയും കഷ്ടപ്പെടുത്താണ്ട് എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്ത് പോകണം. അപ്പോൾ എൻ്റെ ഈ മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ. കാരണം എൻ്റെ പഠനവും എല്ലാം ഞാൻ ഇതിലാണ് കണ്ടുവച്ചേക്കുന്നത്. പിന്നെ അതോടൊപ്പം ഞാനും എൻ്റെ അമ്മയും ജ്യൂസിൻ്റെ ഒരു സ്റ്റാർട്ടപ്പും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അഴീക്ക് ബീച്ചിൽ.
എന്തായാലും എല്ലാവിധ ആശംസകളും. തീർത്ഥ ഹരിദേവ് കലാരംഗത്തേക്ക് വളർന്നു വരുന്നത് ആദ്യം ഒരു ഇൻസിഡന്റിൽ നിന്നാണ്. അതായത് വീട്ടിലുണ്ടായ ഒരു ഇൻസിഡന്റിൽ നിന്ന് കലാരംഗത്തേക്ക് വളർന്നു വരുന്നു. ഒപ്പം ആ കലയെ വളർത്തി ഇപ്പോൾ അതൊരു ജീവിതം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ആ കലയിൽ കൊടുക്കുകയാണ്. തീർച്ചയായും നല്ല പടമാണെങ്കിൽ, നല്ല സന്ദേശം നൽകുന്ന പടം തീർച്ചയായിട്ടും മലയാളികൾ സ്വീകരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പടം ഉടനെ റിലീസാവട്ടെ. ഞങ്ങളും കാണുന്നുണ്ട്, ഞങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.